വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ വൈകാതെ തന്നെ നാട്ടിലെത്തിക്കും. മന്ത്രി ബിന്ദു കൃഷ്ണയും കൊടിക്കുന്നിൽ സുരേഷ് MPയും ഇന്നലെ ഇവരുടെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. കേരളത്തിൽ നിന്ന് പോയ അടക്കം 15 ഇന്ത്യക്കാരാണ് അപകടത്തിൽപ്പെട്ടത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടപെടൽ ഉണ്ടാകുന്നത്. മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നതാണ് മന്ത്രിയുടെയും MPയുടെയും ഉറപ്പ്. തീർച്ചയായും വളരെ ദൗർഭാഗ്യകരമായ, തികച്ചും വേദനാജനകമായൊരു സംഭവമാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം അറിഞ്ഞത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ നിന്ന് വിയറ്റ്നാമിലേക്ക് യാത്രയായതായിരുന്നു. ആ സംഘത്തിലുണ്ടായിരുന്ന 15 പേരിൽ 2 മലയാളികൾ, അവർ കൊട്ടാരക്കര സ്വദേശികളാണ്. MP അപ്പോൾ തന്നെ എംബസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, കേന്ദ്ര ഗവൺമെൻറ്റോട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ദുഃഖത്തോടുകൂടി മാത്രമേ നമുക്ക് ഈ വീട്ടിൽ വരാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അമ്മയും അവരുടെ 2 മക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ഇവിടെയുണ്ട്. ബോട്ടിൽ യാത്ര ചെയ്യുന്ന 32 പേരും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളായിരുന്നു. ഇവർ മൊബൈൽ കമ്പനിയാണ് ഇവരെ ടൂർ പാക്കേജിൽ ഇവർ പോയത്. ഇവർക്ക് ആ മൊബൈൽ കമ്പനിയായിട്ട് ഏജൻസി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 34 അവർ എല്ലാ വർഷവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇത്തവണ സൗത്ത് ഇന്ത്യയിൽ നിന്ന് 3 സംസ്ഥാനങ്ങളിലെ അവരുടെ ഈ മൊബൈൽ കമ്പനിയുടെ ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് കൊണ്ടുപോയി. അങ്ങനെയാണ് ജോമോനും അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫ് ലൊവേനിയും ഈ ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിൽ പെട്ടത്. പോസ്റ്റ്മോർട്ടം, എംബാമിങ്, അതുപോലെ തന്നെ അവരുടെ നിയറസ്റ്റ് എയർപോർട്ടിലേക്ക് ബോഡികൾ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ. വിനീഷ് കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീഷ്, ഇത് സംബന്ധിച്ച് മന്ത്രിയും MPയും ഒക്കെ നൽകുന്ന ഉറപ്പ് നമ്മൾ കണ്ടു. മൃതദേഹം എപ്പോഴേക്ക് എത്തിക്കും, അത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവർ വിശദീകരിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സജിത്ത്, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ശരിക്കും വിയറ്റ്നാമിലെ ബോട്ട് ദുരന്തത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടി ക്രമങ്ങൾ വേഗത്തിലാക്കിയതായാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MPയാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത്. കൊല്ലം കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, അതുപോലെ തന്നെ ലോവനി തോമസ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ എത്രയും വേഗം തന്നെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നതായാണ് ഇന്ത്യൻ എംബസി നിന്ന് തന്നെ അറിയാൻ കഴിയുന്നത് ബന്ധുക്കൾക്ക്. അപ്പോൾ മൃതശരീരം ഏകദേശം തിങ്കളാഴ്ച ഉച്ചയോടുകൂടി എത്തിക്കുമെന്നാണ് അറിയുന്നത്. ചൊവ്വാഴ്ചയാവും തുറന്നുള്ള സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക. തൊട്ടടുത്തുള്ള മർത്തോമ ദേവാലയത്തിൽ വെച്ചാവും സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക. സജിത്ത്, വിയറ്റ്നാം ദുരന്തത്തിൽ മരിച്ച മലയാളികൾ 2 പേരാണ്. അവരുടെ സംസ്കാര ചടങ്ങുകൾ നാട്ടിലെത്തിച്ച ഉടൻ തന്നെ നടക്കും. അവിടെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടത്തുകയാണ്. ഒരു മൊബൈൽ കമ്പനിയുടെ ടൂർ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് പോയവരായിരുന്നു 15 അംഗ ഇന്ത്യൻ സംഘം. അതിൽ 2 മലയാളികൾ, ഇവർ 2 പേരും കൊട്ടാരക്കരയിൽ. അവരാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.